ഡേ 2 സ്റ്റാർട്ടഡ്. ഡേ 2 ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സും എഗ്ഗും കോഫിയായിരുന്നു കഴിച്ച്. എന്നിട്ട് ഇപ്പോൾ സമയം 5:30 5:45 ആയിട്ടുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക, പോപ്പിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാ വെനസ്ഡേ മാത്രമാണ് പോപ്പിനെ കാണാനുള്ള എൻട്രി ഉള്ളൂ. അതിന് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. പക്ഷെ അവിടെ പോയിട്ട് നമുക്ക് ക്യൂ നിന്നിട്ട് മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരു 10 minutes വാക്കാണ് ട്രെയിൻ സ്റ്റേഷനിൽ. ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എവറിത്തിങ് ഇതിൽ തന്നെ എടുക്കണം നമ്മൾ ടിക്കറ്റൊക്കെ. പിന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം അതിന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിനിൽ കയറാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ട്രെയിൻ ഒരു 3-4 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 15-20 minutes ഉള്ളൂ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എനിക്ക് തന്നെ അവിടെ എത്തി. പക്ഷേ ഞങ്ങൾ ചെല്ലണതിന് മുമ്പ് തന്നെ ഒരുപാട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര ലോങ് ക്യൂ ആയിരുന്നു. അങ്ങനെ ആ ക്യൂവിൽ നിന്നിട്ട് ഇത്രയും ക്യൂ ഉണ്ട്. ലോകത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്ന് വന്ന ആൾക്കാരാണ്. ഓരോരോ ഫ്ലാഗ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ആൾക്കാർ ഇപ്പോൾ ഒരു രാവിലെ ഒരു 6 o'clock ആയിട്ടുള്ളൂ. 6:15 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത്രയും ആൾക്കാർ വന്നിട്ട് ഇവിടെ ക്യൂ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്ര കിലോമീറ്ററുകളോളം നീളുന്നൊരു ക്യൂ ആണ്. അത് കഴിഞ്ഞിട്ട് കുറേ ചെക്കിങ്ങും അതിനൊക്കെ ശേഷമാണ് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് വിടുക. അപ്പോൾ ഉള്ളിൽ പോയപ്പോഴും ഇതേമാതിരി ഒരുപാട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ബസിലിക്കയുടെ മുമ്പിലാണ് നമുക്ക് പോപ്പിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ബസിലിക്കയുടെ മുമ്പിലേക്ക് പോപ്പ് വരും. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അവിടെ മാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ മാസിനൊന്നും നിന്നില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പോപ്പിനെ കണ്ടു. കുറച്ച് നേരം അവിടെ ഇരുന്നു. ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. വേറെയും കുറേ സ്ഥലങ്ങളിൽ പോകാനുള്ള കാരണം കൊണ്ട് വത്തിക്കാൻ സിറ്റിയിൽ പോണത് വേറൊരു ദിവസത്തേക്ക് വത്തിക്കാൻ ബസിലിക്കയിൽ പോണത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമായതുകൊണ്ട് നമുക്ക് ചർച്ചിൽ പോകാൻ പറ്റിയില്ല. അത് വേറൊരു ദിവസം കാണാൻ പറ്റി. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.